അലീന അങ്ങനെ വൈജയനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, തലയ്ക്കടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് തിരിച്ചു ചെന്നിട്ട് സമാധാനത്തോടുകൂടി ജീവിക്കണം എന്ന് പറയുന്നത്. മക്കൾ പറയുന്നത് കേട്ടും അതുപോലെ തന്നെ അച്ഛൻ്റെ വാക്കിന് വലിയ വില കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. മാഡം എങ്ങനെ തെറ്റിദ്ധരിച്ചാലും ഞാൻ അച്ഛനെ അച്ഛനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, മാഡത്തിനെ എൻ്റെ അമ്മയായിട്ടും ആ മക്കളെ എൻ്റെ കൂടപ്പിറപ്പുകളായിട്ടേ കണ്ടിട്ടുള്ളൂ, ഇനി അതും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, ഞാൻ പോവാണ് എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ട് ഇറങ്ങും. വീണ്ടും തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് ഭയങ്കര സങ്കടത്തോടു കൂടി, അലീന ഞാൻ പോവാട്ടോ എന്ന്. വൈജയാണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. അലീന അത് ചോദിച്ചതോടുകൂടി അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണല്ലോ, പിന്നെ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. മുത്തശ്ശിയെന്ന് വിളിച്ചുകൊണ്ട് നീ വന്നിട്ടുണ്ടെന്ന് മനു പറഞ്ഞു, വാ മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് കേട്ടോ അലീനയോട് സംസാരിക്കുന്നത്. അപ്പോൾ നീ ഇങ്ങനെ യാത്ര പറയാനാണ് വന്നതെന്ന് മനു പറഞ്ഞു. വൈജയനോട് യാത്ര ചോദിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യാത്ര ചോദിച്ചു എന്ന് പറയുമ്പോൾ അവൾ എന്താ പറഞ്ഞതെന്ന് ഭയങ്കര ആകാംക്ഷയിൽ മുത്തശ്ശി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ പോയിട്ട് നന്നായിട്ട് വാ എന്ന് പറഞ്ഞു എന്ന് പറയും. ഓ പിന്നെ നീ കള്ളം പറയാണ്, വൈജയല്ലേ അത് പറയുന്നത് എന്ന് പറയും. അപ്പം അലീന പറയും, മുത്തശ്ശിനോട് ഇടയ്ക്ക് ചെറിയ കള്ളൊക്കെ പറയാന്ന്. മുത്തശ്ശിനെ പിന്നെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നിന്നെ പ്രാഗി കാണും അവള്, നീ മുടിഞ്ഞു പോട്ടെ എന്നൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയൂ കേട്ടോ. നീ എങ്ങനെ കുഞ്ഞ് ഇതൊക്കെ സഹിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അലീനയോട്. അപ്പോൾ എനിക്കതിലൊന്നും ഒരു വിഷമമില്ല എന്നൊക്കെയാണ് കേട്ടോ അലീന പറയുന്നത്. ഈ വീട്ടിൽ വന്ന ശേഷമാണ് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം വന്ന വീട് ഇതാണ്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് കുടുംബം എന്താണെന്നും ബന്ധം എന്താണെന്നൊക്കെ മനസ്സിലായത്, ഓരോരുത്തരുടെ സ്വഭാവം എന്താണെന്നൊക്കെ മനസ്സിലായത് എന്ന് പറയുകയാണ് കേട്ടോ. ഈ വീട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എനിക്ക് ഡൈനിങ് ടേബിൾ സ്ഥാനം കിട്ടിയത് ഈ വീട്ടിൽ വെച്ചാണ്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ മുത്തശ്ശീനെ കാണാൻ പറ്റിയില്ലേ എന്ന് പറയൂ കേട്ടോ. മുത്തശ്ശിക്ക് ആദ്യമൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ, പിന്നെ ഇടയ്ക്ക് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ ചെറിയ ദേഷ്യം കാണിച്ചത്, ഇപ്പോൾ സ്നേഹമല്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് എടുത്ത് ചോദിക്കുകയാണ് കേട്ടോ അലീന. അപ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അലീനയുടെ കൈ പിടിച്ച് ഇങ്ങനെ കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ കരയാനൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മൾ നല്ല സ്നേഹത്തിലായിരുന്നില്ലേ എന്ന് പറയും. മുത്തശ്ശി അതുപോലെ അലീനയോട് ക്ഷമയും ചോദിക്കുന്നുണ്ട് കേട്ടോ. മോളോട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി എന്നോട് ക്ഷമയൊന്നും ചോദിക്കേണ്ട, മുത്തശ്ശി എപ്പോഴും എന്നോട് സ്നേഹം കാണിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് പറയും. എനിക്ക് ഞാൻ യാത്ര പറയാൻ മാത്രമായിട്ട് വന്നതല്ല, എനിക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം വേണം, അതിനും കൂടെ വേണ്ടിയിട്ടാണ് വന്നത്, മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയുടെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മോൾ എവിടെ പോയാലും നന്നായിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ്, നല്ലത് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അനുഗ്രഹിക്കുന്നുണ്ട്. അലീനയ്ക്കും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ പോവാൻ. അതുപോലെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അവൾ വൈജയുടെ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സന്തോഷത്തോടെ കഴിയേണ്ട കുടുംബമാണ് അത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കതൊന്നും ഓർത്തൊരു വിഷമമില്ല മുത്തശ്ശി, എനിക്ക് ഇങ്ങനെ അവിടെ 4 പേരും എന്നെ ഇങ്ങനെ ഒരുപാട് സ്നേഹിച്ചല്ലോ, അപ്പം മാഡത്തിൻ്റെ വെറുപ്പൊക്കെ ആ 4 പേരുടെ സ്നേഹത്തിന് മുന്നിൽ ഇല്ലാതായി പോയി, എനിക്കത് മാത്രം മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമാണ് അലീന പോകുന്നതിൽ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഇനിയും കാണും, ഇവിടെ ഇരുന്ന് ഇതുപോലെ സംസാരിക്കും എന്നൊക്കെ പറയുകയാണ്, ഞാൻ ഇടയ്ക്ക് വരാം മുത്തശ്ശീനെ കാണാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീന എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോട്ടോ. മുത്തശ്ശി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തല്ലോ, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോവട്ടെ എന്ന് ചോദിക്കുന്നത്. അലീന മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗംഗേട്ടനും ശിവേട്ടനും മനും കൂടെ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അലീനയോട്, അമ്മേനോട് യാത്ര പറഞ്ഞോ എന്ന്. അപ്പോൾ അലീന പറയും, യാത്ര പറഞ്ഞു, മുത്തശ്ശിക്ക് വലിയ വിഷമമായി, മുൻപൊരു ദിവസം ഞാൻ വന്ന സമയത്ത് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്നെ കണ്ടപ്പോൾ എന്ന് പറയും. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അത് അമ്മയ്ക്ക് വിഷമാവും, നിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് അമ്മയ്ക്ക് അറിയാലോ, അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. പിന്നീട് വൈജയനോട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗേട്ടൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ സംസാരിച്ചു എന്ന് പറയും. നീ ഒന്നും അവളോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ ഗംഗേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചില സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനിയെങ്കിലും ഒന്ന് അടങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ പറയുകയാണ്, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, അതിന് ഉപരി ഞങ്ങൾ അവളെ ഉപദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അവൾക്ക് പുല്ല് വിലയാണ് എന്ന് പറയൂ കേട്ടോ. അലീന അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ സംസാരിച്ചല്ലോ, അത്രയ്ക്കും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി തിരിച്ചു നിന്നിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കണം, അച്ഛനോട് ഇങ്ങനെ വഴക്കിടാതെ ജീവിക്കണം, അതൊക്കെ ഉദ്ദേശിച്ചാണല്ലോ അലീന അത്രയും പറഞ്ഞത്. പിന്നീട് ശിവേട്ടനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടേക്കാണ് പോകുന്നതെന്ന് വല്ലതും അറിയുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതറിയത്തില്ല, കുളത്തുപുഴ എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് അച്ഛൻ എന്നെ കൊണ്ടുവിടുന്നത്, ഒരു പ്ലാന്ററുടെ അടുത്തേക്കാണെന്നാണ് പറഞ്ഞത് എന്ന് പറയൂ. അപ്പോൾ കുളത്തുപുഴയായിട്ട് ഇങ്ങനെ
ബാലേന്ദ്രന് എന്താ കണക്ഷൻ, അയാളുടെ പേര് വല്ലതും പറഞ്ഞോ എന്നൊക്കെ ശിവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും പറഞ്ഞില്ല. പോകുന്ന കാര്യം ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെയാണ് തീരുമാനത്തിലായത്. എന്തായാലും നാളെ തന്നെ അച്ഛൻ എന്നെ കൊളത്തൂപ്പുഴ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. പിന്നീട് അലീന യാത്രയ്ക്ക് ചോദിക്കുന്നുണ്ട് അവരോടും. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, നീ ആരാണെന്ന് അറിയാത്ത സമയത്ത് ഞങ്ങൾ നിന്നോട് പല തെറ്റും ചെയ്തിട്ടുണ്ട്, അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുകയാണ്, അതൊന്നും ഇനി പറയണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. 23 വർഷം മുന്നേ ഒരു ചോരക്കുഞ്ഞിനെ ഓർഫനേജിൽ കൊണ്ടാക്കിയില്ലേ എന്ന് പറയുകയാണ്. ഇന്നും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇവിടുന്ന് പോവേണ്ടി വന്നത്. അതിലും വലുതല്ലല്ലോ അതൊന്നും എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഇങ്ങനെ അറിയാത്ത സ്ഥലത്തേക്ക് പോകാൻ മടിയൊന്നുമില്ലല്ലോ എന്ന്. അലീന പറയും, അച്ഛൻ എന്നെ നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ അലീന പറയുന്നുണ്ട്, ഇനി എനിക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു മാറി കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നായാലും ഞാൻ ഇവിടുന്ന് പോവേണ്ടവളല്ലേ എന്നും പറയുന്നുണ്ട്. അങ്ങനെ അലീന പോവാൻ അവരോട് യാത്ര പറയുന്ന സമയത്ത് മനുവിനോട് അലീനേനെ കൊണ്ടാക്കാനായിട്ട് പറയാനാട്ടോ ശിവനാണെങ്കിലും കാർ എടുത്തിട്ട് കൊണ്ടാക്കാൻ പറയുകയാണ്. അപ്പം അലീന ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തും ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ ഉണ്ട്, നിനക്ക് ഫോൺ എടുത്തൊരു ഹലോ പറയേണ്ട കാര്യമുള്ളൂ, എന്താവശ്യത്തിനും അവരുണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ. അലീനയോട് അവർക്കും ഒരു വിരോധമൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളും ശിവൻ പറയുന്നുണ്ട്. അപ്പോൾ മനു ആണെങ്കിലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ മനുവിന് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇനിയും സംസാരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് അലീനയോട് ഇറങ്ങാൻ പറയുകയാണ്. അപ്പോൾ അവരും അലീനയോട് ഇറങ്ങാനായിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും മനു വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറിയിട്ടും അലീന ഇങ്ങനെ ശിവനും ഗംഗേട്ടനൊക്കെ ഇങ്ങനെ ടാറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറങ്ങാൻ സമയത്ത് അലീന പറയുന്നുണ്ട്, കമലാൻ്റിനെയും കൂടെ കണ്ട് യാത്ര പറയണമെന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, കമലയും രഞ്ജും കൂടെ രാമപുരത്തിന് പോയിരിക്കുകയാണ് അവളുടെ വീട്ടിലേക്ക്, വൈകിട്ട് എന്തായാലും വരും, അപ്പം ഞാൻ പറഞ്ഞോളാന്ന് പറയുന്നുണ്ട് കേട്ടോ ശിവൻ. അലീന പോവാൻ അങ്ങനെ തുടങ്ങുന്ന സമയത്താണെങ്കിൽ ഗംഗേട്ടനും ശിവേട്ടനൊക്കെ ഒരു ടാറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ തിരിച്ചും കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് സമയം രണ്ടുപേരൊന്നും മിണ്ടുന്നില്ല. മനു ആണ് കേട്ടോ പിന്നെ ആദ്യം സംസാരിക്കുന്നത്. ആൻറ്റി എന്താ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനുവേട്ടന് ഊഹിക്കാൻ പറ്റുമല്ലോ ആൻറ്റി എന്താ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്, മാഡം എന്താ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് എന്നിങ്ങനെ അലീന പറയും. നിന്നോടുള്ള ദേഷ്യം വെറുപ്പും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ആൻറ്റിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ കുറച്ചും കൂടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കടുപ്പിച്ച് പറഞ്ഞു കാണും, പിന്നെ നിന്നെ ഒന്ന് പ്രാഗിയും കാണും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഈ അനുഗ്രഹം വാങ്ങിക്കാനാണോ നീ വന്നത് എന്നൊക്കെ മനു ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ മാഡം എന്നോട് സ്നേഹം കാണിക്കുന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെ ജന്മം തന്ന ഒരാളല്ലേ, ആ മുഖം ഒന്നുകൂടെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു പോകുന്നതിന് മുന്നേ. ഇനി എനിക്ക് കാണാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയേ അലീന. അത് കഴിഞ്ഞ് പിന്നീട് മനു ചോദിക്കുന്നുണ്ട്, നീ ആൻറ്റീനോട് എന്താ പറഞ്ഞത്, ആൻറ്റിക്ക് എന്താ ഒരു സൂചന കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, മാഡം എന്നോട് പറഞ്ഞു 22 വർഷം കൂടെ ജീവിച്ച ആളുടെ കൂടെ ഇനി എങ്ങനെ ജീവിക്കണം നീ എന്നെ പഠിപ്പിക്കേണ്ടാന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു, 23 വർഷം മുന്നേ ഇങ്ങനെ ആഗ്രയിൽ വേറൊരുത്തൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും മറക്കരുത് എന്ന് പറഞ്ഞു എന്ന് പറയും. അയ്യോ അത് ഭയങ്കര ഇതായി പോയല്ലോ, അത്രയ്ക്ക് വേണമായിരുന്നോ എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. അത് ആൻറ്റിക്ക് വലിയൊരു അടിയായിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതെ ഒരു ഞെട്ടലായിരുന്നു. പിന്നീട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ അലീന. അപ്പോൾ അത്രയ്ക്ക് വേണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണമായിരുന്നു, അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ തിരിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെങ്ങനെ ഭരിക്കാനും അച്ഛൻ്റെ വാക്കിനൊരു വിലയും കൊടുക്കില്ല. അച്ഛനാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും മാഡം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയൊന്നും ഒന്നും നോക്കാനില്ലല്ലോ, അതുകൊണ്ട് അച്ഛനെല്ലാം പൊട്ടിക്കും. അപ്പോൾ അത് വേണം, അതോടുകൂടി അവരുടെ ജീവിതവും കുടുംബമൊക്കെ ഇല്ലാതാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇതാവുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞോ എന്നുള്ളൊരു പേടിയും ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ അച്ഛനോട് വഴക്കിനൊന്നും പോവാതിരിക്കല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ ഞാനത് അച്ഛനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫോൺ വിളിച്ചെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അപ്പോൾ ഒന്ന് അടങ്ങി ജീവിച്ചോളും, അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അത് ശരിയാണ് എന്നിങ്ങനെ മനു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് മനു ചോദിക്കും, ഇനി എന്നാലെങ്കിലും നീ ഇങ്ങനെ ഇവിടുന്ന് പോയ ശേഷം നീ എന്ത് ഉദ്ദേശത്തിലാണ് എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് നിന്നെ ഫോൺ വിളിച്ച് ചോദിച്ചാലോ എന്നിങ്ങനെ മനു ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, മാഡം ആഗ്രയിൽ ജീവിച്ച ജീവിതം മുഴുവൻ എനിക്കറിയാമെന്നോ, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഒരു പെൺകുഞ്ഞിന് മാഡം ജന്മം കൊടുത്ത കാര്യം എനിക്കറിയാം, ആ പെൺകുഞ്ഞ് ആരാന്നും എനിക്കറിയാമെന്ന് ഞാൻ പറയും എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊന്ന് പിന്നെ കൊല്ലപ്പള്ളിയിൽ വെച്ച് തന്നെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഇനിയിപ്പോൾ ഞാൻ അതും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അച്ഛനെങ്ങാനും അറിഞ്ഞോ എന്ന് വിചാരിച്ച് മാഡം തിരിച്ചു പോയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട് അലീന.
അപ്പോൾ മനു പറയും അത് ശരിയാണല്ലോ എന്ന് പറയും. എന്തായാലും ആൻറ്റിക്ക് നീ കൊടുക്കാനുള്ളതെല്ലാം സൂചന എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം എന്ന് പറയും. എന്നിട്ട് പിന്നീട് ഇങ്ങനെ മനു ചോദിക്കുന്നുണ്ട്, അലീന നിനക്ക് നിന്നെക്കുറിച്ചൊരു ആശങ്കയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും, ഞാനെന്തിനാ എന്നെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആരെയും ഉപേക്ഷിച്ച് പോകുന്നല്ലോ, എനിക്ക് അച്ഛനും കൂടപ്പിറപ്പുകളും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ മനുവേട്ടനും ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മളാരാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മനുവേട്ടൻ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു സ്ഥാനമാണ് എനിക്ക് ഇങ്ങനെ മനുവേട്ടൻ എൻ്റെ മനസ്സിൽ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മനുവേട്ടൻ ഇങ്ങനെ ഇതുവരെ എന്നെ ഇങ്ങനെ കൊണ്ടെത്തിച്ചു, എന്നെ ഇങ്ങനെ സംരക്ഷിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കടപ്പാടാണോ എന്നിങ്ങനെ മനു ചോദിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നല്ല, ഇനിയും എനിക്ക് അങ്ങോട്ട് മനുവേട്ടൻ്റെ കെയറിങ്ങും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് എനിക്ക് വേണം, അതുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എത്ര കാലം വരെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മരണം വരെ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ലോകം ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് മനുവേട്ടൻ്റെ കെയറിങ് വേണം എന്ന് പറയുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ആ ഒരു ഉറപ്പ് മനു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നും ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഇങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടന് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും മറന്നു കളയുമോ എന്നുള്ള പേടിയുണ്ട് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെനിക്കില്ല എന്ന് മനു പറയൂ കേട്ടോ. കാരണം നീ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ നീ അവിടെ സുരക്ഷിതയായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാമെന്നിങ്ങനെ മനു പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ മനുവേട്ടനെ അറിയാം, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അങ്കിളിനോട് ചോദിച്ച് മനസ്സിലാക്കിയതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ഞാനല്ലല്ലോ പറയേണ്ടത്, അത് അങ്കിൾ പറയുന്നതാണ് അതിൻ്റെ ഒരു ശരി എന്നിങ്ങനെ പറയുമ്പോൾ അലീനയും പറയുന്നുണ്ട്, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ട്, വൈജയന്തി ബബിതേനെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തോ കുറ്റമാണ് അലീനയുടെയും ബാലേന്ദ്രൻ്റെയും കുറ്റമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് എപ്പോൾ വിളിച്ചാലും അലീന ചേച്ചിയുടെയും അച്ഛൻ്റെയും കുറ്റം പറയാനേ സമയമുള്ളൂ എന്ന് പറഞ്ഞ് കോളങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കൃഷ്ണമോളും അലീനയും കൂടി സംസാരിക്കുകയാണ്, ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ചേച്ചിക്ക് അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പഴയ പോലെ ഇവിടെ ജീവിക്കുന്നതാണ് കേട്ടോ അലീന പറയുന്നത്. അത് ചേച്ചിയുടെ ആഗ്രഹം മാത്രമാണ്, ഇപ്പോൾ ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ടാണ് അച്ഛനൊന്ന് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ ചേച്ചി പോയാൽ ഇവിടെ സംഭവിക്കാമെന്ന് അറിയത്തില്ല എന്ന് പറയും. പിന്നീട് സ്റ്റാൻലിനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരാന്ന് ഇവിടെ ആരോടും വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന്. അത് കഴിഞ്ഞ് അലീനയും ബാലേന്ദ്രനും സംസാരിക്കുന്നുണ്ട്, നാളെ മുതൽ നിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നൊക്കെയാണ് കേട്ടോ അലീനയോട് ബാലേന്ദ്രൻ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്.